അപ്പോൾ നമ്മുടെ ബയോളജി ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ ഇതെന്തുട്ടാ പറഞ്ഞേ? ഇതെന്തുട്ട സാധനം? സെല്ലാണ്. മനസ്സിലായ? സെല്ലാണ്. ഓക്കെ. സെല്ലിന് മെയിൻ ആയിട്ട് 3 കാര്യങ്ങളുണ്ട്. ഇതാണ് സെല്ലിന്റെ പുറമേയുള്ള ഭാഗം, സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് കേട്ടോ. സെൽ മെംബ്രെയിൻ അറിയാലോ. പിന്നെ സൈറ്റോപ്ലാസം, പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ. ഈ കിടക്കുന്നതാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടുള്ള ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത് മെയിൻ ആയിട്ടുള്ള സെല്ലിന്റെ ഉള്ളിലായിട്ട് ഈ പോർഷനെ പറയുന്നതാണ് സൈറ്റോപ്ലാസം. അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ അതില് ന്യൂക്ലിയസിന്റെ ഉള്ളില് നമുക്ക് ഈ ഒരു സംഭവം ഉണ്ട്. ഇങ്ങനെ ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും. ഈ സ്ട്രക്ചറിനെ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ക്രോമസോം എന്ന് പറയുന്നത്. മനസ്സിലായ? ക്രോമസോം. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് നമ്മളെ ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നത്. ചാപ്റ്റർ 1 ആണ്. അപ്പോൾ ഇവിടെ പി പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. നമ്മളെ മെന്റൽ എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ് ഇല്ലേ? മെന്റൽ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് പി പ്ലാന്റിലാണ് ഫസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളത്? എക്സ്പെരിമെന്റുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പി പ്ലാന്റ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ക്രോമസോം എന്ന് പറയുന്നത്. മനുഷ്യന്മാരിൽ എത്ര ക്രോമസോംസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്? 46 ക്രോമസോംസ് ആണ് ടോട്ടൽ മനുഷ്യന്മാരിലുള്ളത്. അപ്പൊ 46 ക്രോമസോം എന്ന് പറയുന്ന സമയത്ത് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഞാൻ ഇമ്പോർട്ടന്റ് അല്ലാത്ത ഒറ്റ സാധനം പറയണില്ലേ. അപ്പൊ ശ്രദ്ധിച്ചോ. ടോട്ടൽ 46 ക്രോമസോമുകൾ ഉണ്ട്. 46 ക്രോമസോമുകൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും അത് 23 പെയറാണ് അല്ലെ? 23 പെയറാണ്. ഓക്കെ. 46 ക്രോമസോം, അതിൽ 23 പെയർ ഉണ്ട്. ബാക്കിയിൽ പറയാം കേട്ടോ. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ പി പ്ലാന്റ് പൈറസിറ്റി കൊടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രിഗർ ജോൺ മെന്റൽ എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ് പി പ്ലാന്റിലാണ് ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പി പ്ലാന്റിന്റെ ചിത്രം കൊടുത്തിട്ടുള്ളത്. ഓക്കെ. പിന്നെ ക്രോമസോം ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ജീനിന്റെ ഒരു സ്ട്രക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് പറയാം. ഇവിടെ പി എന്ന് പറഞ്ഞിട്ടുള്ളത് ഫോസ്ഫേറ്റ് ആണ്. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ മോളിക്യൂളാണ്. ഇത് നമ്മുടെ നൈട്രജൻ ബേസുകളാണ്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്ന് പറഞ്ഞിട്ടുള്ള നൈട്രജൻ ബേസുകളാണ്. അതൊക്കെ നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. ജെനറ്റിക്സ് ഓഫ് ലൈഫ് കേട്ടോ ചാപ്റ്ററിന്റെ പേര് വരുന്നത്. ഇവിടെ 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. 2 ആളുകളുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ജെനിഫർ എ ഡോഡ്ന ആൻഡ് ഇമാനുവൽ കാർപ്പന്റിയർ എന്ന് പറഞ്ഞിട്ട് 2 സയന്റിസ്റ്റുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്താ സംഭവം എന്നുള്ളത്? ദി നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി ഫോർ ഡെവലപ്പിംഗ് മെത്തഡോളജി ഓഫ് ജീൻ എഡിറ്റിംഗ്. അപ്പോൾ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ഇവർക്ക് ജീൻ എഡിറ്റിംഗിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ആളുകളുടെ ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇതില് 2 ആളുകളാണ് 2020 കെമിസ്ട്രി എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ 2 പേരാണ് ഇമാനുവൽ കാർപ്പന്റിയർ ആൻഡ് ജെനിഫർ ഡോട്ട്ന എന്ന് പറയുന്നത് കേട്ടോ. എന്തിനായിരുന്നു അവർക്ക് അവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്ന എന്തില്ല സംഭാവനയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഫോർ ദെയർ കോൺട്രിബ്യൂഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് ജീൻ എഡിറ്റിംഗ്. ജീൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ജനിതകപരമായിട്ടുള്ള ചേഞ്ചസ് വരുത്താൻ പറ്റും. ജീൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ജീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഡിറ്റ് ചെയ്യാൻ പറ്റും. എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യാനും പേസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ അതിനാണ് അവർക്ക് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്? അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവര് വികസിപ്പിച്ചെടുത്ത ടെക്നോളജിയുടെ പേരാണ് ക്രിസ്പർ കാസ്നെ എന്ന് പറയുന്നത്. ഓക്കെ. ഇതിനെ കുറിച്ചിട്ടൊക്കെ പിന്നെ പറയുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ബേസിക് മനസ്സിലാക്കി വെക്കുക. 2020 കെമിസ്ട്രിക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള 2 പേർക്കായിരുന്നു. അവര് ക്രിസ്പർ കാസ്നെ എന്ന് പറഞ്ഞിട്ടുള്ള എന്ത് ചെയ്തു? ഒരു ജീൻ എഡിറ്റിംഗ് ഒരു മെത്തേഡ് ടെക്നോളജി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ജീവിയിലോ അല്ലെങ്കിൽ ഒരു സസ്യത്തിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസൈറബിൾ ആയിട്ടുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റും എന്നുള്ളതാണ് കേട്ടോ. മനസ്സിലായല്ലോ? ഇത്രയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇതിൽ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു മുന്നേ. അതായത് നമുക്ക് വലിയൊരു തെങ്ങുണ്ടെന്ന് വെച്ചാൽ വലിയ തെങ്ങുണ്ട്, അതുപോലെ തന്നെ ചെറിയ തെങ്ങുണ്ടെന്ന് വിചാരിക്കാം. വലിയ തെങ്ങും ചെറിയ തെങ്ങും, ഈ വലിയ തെങ്ങിലാണെങ്കിൽ നിറയെ കായകളുണ്ടാവും. കായ മീൻസ് തേങ്ങകളുണ്ടാവും, നിറയെ തേങ്ങകളുണ്ടാവും. ഇത് കുഞ്ഞു തെങ്ങാണ്, ഹൈറ്റ് വളരെ കുറവാണ്, പക്ഷെ ഇതിൽ തേങ്ങകളുടെ എണ്ണം കുറവാണ് എന്ന് വിചാരിക്കാം. ഓക്കെ. ഇതിൽ തേങ്ങകളുടെ എണ്ണം കുറവാന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ കർഷകർക്ക് ഏറ്റവും വലിയ കർഷകർ നേരിടുന്ന, ഇപ്പൊ തെങ്ങൊക്കെ കൃഷി ചെയ്യുന്ന ആളുകൾ നേരിടുന്ന വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തെങ്ങ് കയറാനായിട്ട് ആളുകളെ കിട്ടാനില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? ഈ പറഞ്ഞ ജീൻ തെറാപ്പിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ ഇത്രയും തേങ്ങ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ജീനും ഇതിന്റെ ഹൈറ്റ് കുറയാൻ കാരണമായിട്ടുള്ള ജീനും എടുത്തിട്ട് ഇവരെന്ത് ചെയ്തു? ഇവര് പുതിയ ഒരു തരത്തിലുള്ള എന്തുണ്ടാക്കി? ഒരു തെങ്ങുണ്ടാക്കി. അത് ജീൻ എഡിറ്റിങ്ങിലൂടെയാണ് പറ്റിയിട്ടുള്ളത്. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. യെസ്. അപ്പൊ DNA കുറിച്ചിട്ടാണ് നമ്മൾ ഡീപ്പായിട്ട് പഠിക്കാൻ പോകുന്നത്. DNA ഫുൾ ഫോം പഠിക്കുക. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് DNA ഫുൾ ഫോം വരുന്നത്. മനസ്സിലായ? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് കേട്ടോ. വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. അപ്പൊ മെയിൻ ആയിട്ട് എവിടെയാണ് നമ്മുടെ DNA പൊസിഷൻ ചോദിച്ചിട്ടുള്ളത്? സെല്ലുണ്ട്. സെല്ലിന്റെ ഉള്ളിലായിട്ട് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന്റെ ഉള്ളിലായിട്ട് ക്രോമസോംസ് ഉണ്ട്.
ക്രോമസോമിന്റെ ഉള്ളിലാണ് ഡി എൻ എ. അപ്പൊ ഡി എൻ എയുടെ പൊസിഷൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലിന്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ക്രോമസോംസ് ഉണ്ട്, ക്രോമസോംസിന്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ ഡി എൻ എ ഇരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ലൊക്കേഷൻ നമുക്ക് മനസ്സിലായല്ലോ. എവിടെ പറഞ്ഞു നമ്മൾ ഫസ്റ്റ് സെല്ല്, അതിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ്, അതിനുള്ളിൽ ക്രോമസോം, അതിൻ്റെ ഉള്ളിലായിട്ട് ഡി എൻ എ ഇരിക്കുന്നുണ്ട്. ഇനി ഡി എൻ എയുടെ സ്ട്രക്ചർ സിമ്പിൾ ആണ്. ഡി എൻ എയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 1953 ജെയിംസ് വാട്സൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്, ഓക്കെ, അതുപോലെ തന്നെ ആളുടെ കൂടെ ഉണ്ടായിരുന്ന ഫ്രാൻസിസ് ക്രിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ്, ഇവര് രണ്ടുപേരും കൂടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഡി എൻ എയുടെ ഡബിൾ ഹെലിക്കൽ മോഡൽ, ഇതാണ് പറയുന്നത്. ഡബിൾ ഹെലിക്കൽ മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എൻ എയുടെ മോഡൽ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഡബിൾ ഹെലിക്കൽ മോഡലാണ്. ഓക്കെ, അതായത് ലൈക്ക് ചുറ്റുകോമണി ഉണ്ടല്ലോ, അതിന്റെ ഒരു മാതൃകയിലാണ് നമ്മുടെ ഡി എൻ എ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത് എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസിലൂടെയാണ് ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. That led to this discovery was obtained from the famous Photo 51, an X-ray diffraction image of DNA taken by Rosalind Franklin. Rosalind Franklin passed away at the age of 37 in 1958. James Watson, Francis Crick, and Maurice Wilkins were awarded the Nobel Prize in Medicine in 1962 for their contributions on the discovery of the double helix model of DNA. അപ്പോൾ ഇവിടെ പഠിക്കേണ്ടത് ഈ സയന്റിസ്റ്റുകളൊക്കെയാണ് നമ്മുടെ ഡി എൻ എയുടെ ചുറ്റു ഗോവണിയുടെ ഒരു മാതൃകയിലാണ് ഡി എൻ എ എന്നൊക്കെ കണ്ടുപിടിച്ചത് ഇവരായിരുന്നു. അപ്പൊ ചുറ്റുഗോവണി എന്ന് പറയില്ലേ, ഇങ്ങനെ ചുറ്റിപ്പഴിഞ്ഞ് കിടക്കുന്നതാണ്, ഇതിന്റെ ഇടയിൽ നമുക്ക് നൈട്രജൻ ബേസുകൾ ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ അങ്ങനെയാണെന്നുള്ളത് കണ്ടുപിടിച്ചത് ഇവരായിരുന്നു കേട്ടോ. ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും മെയിൻ ആയിട്ടുള്ള ആളുകളാണ്. പിന്നെ റോസലിൻ ഫ്രാങ്ക്ലിനും മൗറിസ് വിൽക്കിൻസും. ഓക്കെ, ഇനി എക്സാമിന് ചോദിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു ഭാഗം, ഇത് അടയാളപ്പെടുത്താനായിട്ടുള്ള ചോദ്യങ്ങൾ എക്സാമിന് ചോദിക്കാം. അപ്പോൾ എന്തൊക്കെയാ വരുന്നത് നോക്കിക്കേ, ഇതിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത് കേട്ടോ. നമ്മൾ പറഞ്ഞു ഇതൊരു ചുറ്റുഗോവണിയുടെ മാതൃകയാണെന്ന് പറഞ്ഞു, കണ്ടോ ഇങ്ങനെയാണ്. ഇത് ഒരു കോണിപ്പടിയുടെ കൈ പിടിക്കുന്ന കൈവരികളാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് അതിന്റെ സ്റ്റെപ്പുകളാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ എക്സാമിന് ചിലപ്പോൾ ഇത് അടയാളപ്പെടുത്താൻ വരും. ഈ വട്ടത്തിലുള്ളതാണ് ഓ പോലെ കിടക്കുന്നതാണ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ആണോ ഓ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്, ഇതാണ് ഫോസ്ഫേറ്റിന്റെ മോളിക്യൂൾ. ഓക്കെ, ഈ ഷേപ്പിലുള്ളതാണ് ഒരു ഡയമണ്ട് ഷേപ്പിൽ കിടക്കുന്നില്ല, ഈ ഡയമണ്ട് ഷേപ്പിൽ കിടക്കുന്നതാണ് ഷുഗർ എന്ന് പറയുന്നത്. അപ്പൊ ഷുഗർ നമുക്കറിയാം ഒരു ഡയമണ്ട് പോലെയൊക്കെ അല്ലേ ഉള്ളത്, ഒരു വെളുത്തിട്ട് നല്ല ക്രിസ്റ്റൽ ആയിട്ടുള്ള സംഭവം അല്ലേ. സോ ഒരു ഡയമണ്ട് ഷേപ്പിലുള്ളതാണ് നമ്മുടെ ഷുഗർ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഉള്ളിലുള്ള ഈ സംഭവങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, നൈട്രജൻ ബേസ് എന്ന് പറയുന്നത്. നൈട്രജൻ ബേസുകൾ എത്ര തരത്തിലുള്ളതുണ്ട്? 4 തരത്തിലുള്ള നൈട്രജൻ ബേസുകളുണ്ട്. അപ്പൊ അതൊന്ന് പറയാം. നൈട്രജൻ ബേസുകൾ 4 തരത്തിലുള്ളതുണ്ട്. ഇതാണ് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അപ്പൊ അഡിനിൻ എപ്പോഴും എന്തുമായിട്ട് മാത്രമേ മാച്ച് ആവുള്ളൂ നോക്കൂ. അഡിനിന്റെ ഇത് കണ്ടോ ഇങ്ങനെയാ, അത് ഇതിലല്ലേ ഫിറ്റ് ആവുന്നേ. അപ്പൊ അഡിനിൻ തൈമിനുമായിട്ട് മാത്രമേ ജോഡി ചേരുകയുള്ളൂ. അതുപോലെ തന്നെ ഗ്വാനിൻ ആരുമായിട്ട് മാത്രമേ ജോഡി ചേരുള്ളൂ? സൈറ്റോസിന് മാത്രമായിട്ട് ജോഡി ചേരുകയുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പൊ അത് പഠിച്ചു തരിക കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഡി എൻ എ എന്ന് പറയുന്ന സമയത്ത് അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഷുഗർ ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്, പിന്നെ നൈട്രജൻ ബേസുകൾ ഉണ്ട്. ഷുഗർ എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതാ ഷുഗർ എന്ന് ചോദിച്ചാൽ എന്താ പറയണ്ടേ? നമുക്ക് അടയാളപ്പെടുത്താൻ വരും. ഷുഗർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഷേപ്പിലുള്ളതാ? ഡയമണ്ട് ഷേപ്പിലുള്ള ഷുഗർ, അതുപോലെ തന്നെ ഓ ഷേപ്പിലുള്ള ഫോസ്ഫേറ്റ്, പിന്നെ ഇവിടെ വരുന്ന ഗ്വാനിൻ, സൈറ്റോസിൻ, അഡിനിൻ, തൈമിൻ. മനസ്സിലായല്ലോ? ഇതിന്റെ ഷേപ്പ് മനസ്സിലാക്കി വെക്കണം. ചിലപ്പോൾ ഇങ്ങനെ ഈ ഷേപ്പിലുള്ളത് എന്താണെന്ന് ചോദിക്കാം, ഇതെന്താന്ന് ചോദിക്കാം. അപ്പൊ അത് മനസ്സിലാക്കി വെക്കണം. ഗ്വാനിനാണ് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത്, അതിനാണ് സൈറ്റോസിൻ. ഓക്കെ, ഇത് അറ്റ് നാലോക്കറ്റ അറ്റ് GC ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും ഭാഗങ്ങളാണ് ഇതിൽ മെയിനായിട്ട് പഠിക്കാനായിട്ടുള്ള എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, പിന്നെ ഡബിൾ ഹെലിക്കൽ മോഡലാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് പറയാം. ന്യൂക്ലിയോടൈഡ് നൈട്രജൻ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA ആണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞത്. അപ്പൊ ന്യൂക്ലിയോടൈഡ് ആണ് എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിയോടൈഡ് കൊണ്ടാണ് DNA ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോ ന്യൂക്ലിയോടൈഡിലും ഈസ് കമ്പോസ്ഡ് ഓഫ് എ ഡിയോക്സി റൈബോസ് ഷുഗർ, ഒരു ഫോസ്ഫേറ്റ്, ഒരു നൈട്രജൻ ബേസ്. അപ്പൊ ടോട്ടൽ എത്ര ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടാവും എന്നറിയോ? 4 ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടാവും. 4 ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടാവും. ഏതൊക്കെയെന്ന് അറിയോ? ഒന്നാമത്തേത് ഒരു ഫോസ്ഫേറ്റ്, ഒരു ഷുഗർ അഡിനിൻ, ഒരു ഫോസ്ഫേറ്റ്, ഒരു ഷുഗർ തൈമിൻ, ഒരു ഫോസ്ഫേറ്റ്, ഒരു ഷുഗർ ഗ്വാനിൻ, ഒരു ഫോസ്ഫേറ്റ്, ഒരു ഷുഗർ സൈറ്റോസിൻ. അപ്പൊ ടോട്ടൽ ഇങ്ങനെ 4 ടൈപ്പിലുള്ള ന്യൂക്ലിയോടൈഡുകളുണ്ട്. ക്ലിയർ അല്ലേ? മനസ്സിലായി? ഓക്കെ, പിന്നെന്താണ് ഫോസ്ഫേറ്റ് എന്താ ചെയ്യുന്നത്? ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോൺസ് ദാറ്റ് ലിങ്ക് ന്യൂക്ലിയോടൈഡ്സ് ടുഗദർ. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയോടൈഡുകൾ തമ്മിലുള്ള ഒരു ലിങ്കേജിന് സഹായിക്കുന്നത് നമ്മുടെ ഫോസ്ഫേറ്റ് ആണ്. പിന്നെന്തായിരുന്നു? നൈട്രജൻ ബേസ് എന്ന് പറഞ്ഞു. നൈട്രജൻ ബേസ് എന്ന് പറഞ്ഞാൽ അതിൽ നൈട്രജൻ കണ്ടെയ്നിങ് ആൽക്കലൈൻ കോമ്പൗണ്ട് ആണ്. ആൽക്കലൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾ pH വാല്യൂ എന്ന് കേട്ടിട്ടില്ലേ? pH വാല്യൂ 7 pH എന്ന് പറഞ്ഞ സംഭവമുണ്ട്. pH വാല്യൂ 7 എന്ന് പറഞ്ഞാൽ എന്തുട്ടാ? ന്യൂട്രൽ ആണ്.
7 മേലേക്കാണെന്നുണ്ടെങ്കിൽ 7 മേലേക്ക് എന്ന് പറയുമ്പോൾ 8, 9, 10 ഇതൊക്കെ വന്നിട്ട് ബേസുകളാണ്. ഇങ്ങോട്ടേക്ക് വരില്ലേ, ഇങ്ങോട്ടേക്ക് 7 കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് 6, 5, 4 ഇതൊക്കെ ആസിഡുകളാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ല ആസിഡും ബേസും. അപ്പോൾ ഇത് ആൽക്കലൈനാണ് പറഞ്ഞു. അപ്പോൾ അത്രയും കാര്യങ്ങളാണ്. ഇനി ഇവിടെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എന്ന് പറഞ്ഞു നോക്കിയാൽ നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് ഡി എൻ എയിൽ എത്ര ചുറ്റുകളുള്ളത്? 2 ചുറ്റുകൾ. മോളിക്യൂൾസ് യൂസ്ഡ് ടു മേക്ക് സ്ട്രാൻഡുകൾ ഉണ്ടാക്കാനായിട്ടുള്ളത് ഫോസ്ഫേറ്റും ഷുഗറും ഇട്ടാ. മോളിക്യൂൾസ് യൂസ് ടു മേക്ക് റങ്സ്, അതിന്റെ പടികൾ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും നൈട്രജൻ ബേസുകളായിരുന്നു. നൈട്രജൻ ബേസസ്. ഓക്കെ, ഏതൊക്കെയായിരുന്നു നൈട്രജൻ ബേസുകൾ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഓക്കെ, അപ്പൊ GC എന്ന് പഠിച്ചു വെക്കുക. ഫോർമേഷൻ ഓഫ് റങ്സ്, എങ്ങനെയാണ് ഫോർമേഷൻ റങ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു, തിയറിറ്റിക്കലി പറഞ്ഞായിരുന്നു. ഇനി സൈസ് ഓഫ് DNA അത് അധിക വായനയ്ക്കുള്ളതാണ്, അതൊന്നും വലിയ കാര്യമില്ല, ജസ്റ്റ് വേണമെങ്കിൽ പറഞ്ഞുതരാം. DNA എന്ന് പറഞ്ഞാൽ ഏകദേശം 2 ഇഞ്ചാണ് വരുന്നത്, ഏകദേശം 5 സെന്റിമീറ്റർ ആണ് വരുന്നത്. നമ്മൾ പറഞ്ഞു ഇഫ് DNA ഫ്രം 46 chromosomes ഓഫ് എ ഹ്യൂമൻ സെൽസ്. അപ്പോൾ മനുഷ്യന്മാരിൽ 46 chromosomes ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിലത്തൊക്കെ DNA എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 6 അടി നീളം ഉണ്ടാവും. ഓക്കെ, മനുഷ്യന്റെ ശരീരത്തിലാണെങ്കിൽ ട്രില്യൺസ്, അതായത് 1,00,000 കോടി സെല്ലുകൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഫുള്ള് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഒരു ഭൂമിനെ ഏകദേശം 20 ലക്ഷം സമയം എന്ത് ചെയ്യാൻ പറ്റും, വലയം വയ്ക്കാൻ അത്രയ്ക്കും വലുതാണെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ അതിൽ ഇതാ ക്രോമസോം നമ്മൾ പറഞ്ഞു. അതിൽ ഈ ഒരു ഭാഗം ഇത് എക്സാമിൽ ചോദിക്കുന്നതാണ് കേട്ടോ. ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നില്ല, ഈ വർഷമുള്ളതാണ്. സോ എക്സാമിൽ ചോദിക്കാം. DNA ആൻഡ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആർ ദ പ്രൈമറി കമ്പോണൻസ് ഓഫ് ക്രോമസോം. അപ്പോൾ മനസ്സിലാക്കേണ്ടത് DNA പ്ലസ് ഹിസ്റ്റോൺ പ്രോട്ടീൻ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, ക്രോമസോം എന്ന് പറയുന്നത്. അപ്പോൾ ക്രോമസോം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? DNAയും ഹിസ്റ്റോൺ പ്രോട്ടീനും. മനസ്സിലായല്ലോ? 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു മെത്ത് പ്രൊപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കെമിസ്ട്രിയിൽ പഠിച്ചില്ലേ, മെത്ത് പ്രൊപ്പ് പഠിച്ചില്ലേ, ബ്യൂട്ടി, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒക്ട് എന്ന് പറഞ്ഞാൽ 8 എന്നല്ലാത്ത പറയുന്നത്. അപ്പോൾ 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആദ്യം പറഞ്ഞു DNA-യും ഹിസ്റ്റോൺ പ്രോട്ടീനും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ക്രോമസോം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ കൂടി ചേർന്നിട്ട് ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാവും. ഓക്കെ, ഇനി DNA സ്ട്രാൻഡുകൾ നമ്മൾ പറഞ്ഞില്ലേ, ചുറ്റും ഇങ്ങനെയുള്ള DNA സ്ട്രാൻഡുകളില്ലേ, വൈൻഡ് അറൌണ്ട് ദിസ് ഒക്ടാമർ. ഈ ഒക്ടാമർ ഇല്ലേ, 8 ഹിസ്റ്റോൺ തന്മാത്രകളുള്ള ഒക്ടാമർ, അതിനെന്ത് ചെയ്യും? വൈൻഡ് ചെയ്യും. വൈൻഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ചുറ്റി തിരിയും. ഓക്കെ, എന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ന്യൂക്ലിയോസോം ഉണ്ടാവുന്നത്. ഓക്കെ, ന്യൂക്ലിയോസോം ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞുതരാം. ഫസ്റ്റ് DNA-യും ഹിസ്റ്റോൺ പ്രോട്ടീനും കൂടി ചേർന്നിട്ട് ക്രോമസോം ഉണ്ടാവും. 8 ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാവും. DNA സ്ട്രാൻഡുകൾ ഈ ഒക്ടാമറിന് ചുറ്റും ഇങ്ങനെ കറങ്ങിയിട്ട് ന്യൂക്ലിയോസോം ഉണ്ടാവും. ഓക്കെ, ദി ക്രോമസോംസ് ആർ ഫോംഡ് ബൈ പാക്കിംഗ് ആൻഡ് കോയിലിംഗ് ന്യൂമറസ് ന്യൂക്ലിയോസോംസ്. അങ്ങനെ കുറേ ന്യൂക്ലിയോസോമുകൾ ആകെ ചുറ്റി പടഞ്ഞിട്ടാണ് എന്തുണ്ടാവുന്നത്? ക്രോമസോം ഉണ്ടാവുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഇത്രയും മനസ്സിലാക്കി വെക്കുക. പിന്നെ ക്രോമാറ്റിഡ് ആർ ദി പാർട്സ് ഓഫ് എ ക്രോമസോം. പിന്നെ ക്രോമസോമിന്റെ ഭാഗങ്ങളാണ് ക്രോമാറ്റിഡ് എന്ന് പറയുന്നത്, വിച്ച് ആർ കണക്റ്റഡ് ബൈ മീൻസ് ഓഫ് സെൻട്രോമിയർ. അത് സെൻട്രോമിയർ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും പഠിക്കണം. ഓക്കെ, ഇനി മനുഷ്യന്റെ ക്രോമസോംസ് നമ്മൾ പറഞ്ഞായിരുന്നു. മനുഷ്യന്റെ ക്രോമസോം എന്ന് പറയുന്നത് എത്ര ക്രോമസോംസ് വരുന്നത്? ടോട്ടൽ 46 ക്രോമസോംസ് ഉണ്ട്, 46 ക്രോമസോംസ് ഉണ്ട്. അതില് 44 എണ്ണം സൊമാറ്റിക്കും, ബാക്കി വരുന്ന രണ്ട് എണ്ണം വരുന്നത് സെക്സ് ക്രോമസോംസും. ഓക്കെ, 44 സൊമാറ്റിക്കും അതുപോലെ തന്നെ 2 സെക്സ് ക്രോമസോംസ് ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? ഇത് എണ്ണമാണ് പറയുന്നത്. പെയറായിട്ട് പറയുമ്പോൾ 23 പെയറാണെന്ന് പറയും. ഇപ്പൊ നമ്മൾ എണ്ണത്തിലാണ് പറയുന്നത്. 44 സൊമാറ്റിക്, 2 സെക്സ് ക്രോമസോംസ്. ഇപ്പൊ സൊമാറ്റിക് ക്രോമസോം എന്ന് പറഞ്ഞാൽ എല്ലാ ഫിസിക്കൽ ക്യാരക്ടേഴ്സ്, ഇപ്പൊ ആണാണെങ്കിലും പെണ്ണാണെങ്കിലൊക്കെ സൊമാറ്റിക് ക്രോമസോംസ് ഒക്കെ സെയിം ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പൊ പറഞ്ഞു 44 എണ്ണം എന്ന് പറഞ്ഞാൽ എത്ര പെയർ ഉണ്ടാവുക? 44 എണ്ണം എന്ന് പറയുന്നത് 22 പെയർ ഉണ്ടാവുക. ഓക്കെ, ഇവിടെ 2 എണ്ണം എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ടാവും? 1 പേരുണ്ടാവും. ഓക്കെ, അപ്പോൾ എ പെയർ ഓഫ് ഐഡന്റിക്കൽ ക്രോമസോംസ് ടുഗദർ ഫോം എ ഹോമോലോഗസ് ക്രോമസോംസ്. അപ്പോൾ ഒരു പെയർ ഒരേപോലെയുള്ള ക്രോമസോമുകൾ കൂടി ചേർന്നാലാണ് ഹോമോലോഗസ് ക്രോമസോംസ് ഉണ്ടാകുന്നത്. ഹോമോ എന്ന് പറഞ്ഞാൽ സെയിം എന്ന് അർത്ഥം, ഹോമോലോഗസ് എന്ന സെയിം ടൈപ്പ് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് വൺ ഓഫ് ദീസ് ഈസ് ഇൻഹെറിറ്റഡ് ഫ്രം ദി മദർ ആൻഡ് ദി അതർ ഫ്രം ഫാദർ. അപ്പോൾ ഇതിൽ ഒരെണ്ണം വരുന്ന അമ്മയിൽ നിന്നും മറ്റേത് വരുന്ന അച്ഛനിൽ നിന്നുമാണ്. സെക്സ് ക്രോമസോംസ് ആണ് ഏതൊക്കെ പറഞ്ഞിട്ടുള്ളത്? എക്സും വൈയും. ഇത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, മനസ്സിലായല്ലോ?
അപ്പോൾ ദീസ് ആർ ദി ക്രോമസോംസ് വിച്ച് ആർ ഇൻവോൾവ് ഇൻ സെക്സ് ഡിറ്റർമിനേഷൻ. ഇതാണ് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്ന ക്രോമസോം എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുണ്ട്, എക്സ് ക്രോമസോംസ് ഉണ്ട്, വൈ ക്രോമസോംസ് ഉണ്ട്. ദി വൈ ക്രോമസോംസ് ഈസ് കമ്പാരിറ്റീവ്ലി സ്മോളർ. വൈ എന്ന് പറയുന്നത് ചെറുതാണ്, എക്സ് ക്രോമസോമിനായിട്ട് ചെറുതാണ്. ദി SY ജീൻ ഓൺ ദി വൈ ക്രോമസോം ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് ദി ടെസ്റ്റിസ് ഇൻ ദി എംബ്രിയോ. അപ്പോൾ എംബ്രിയോന്റെ ഉള്ളില്, ഭ്രൂണത്തിന്റെ ഉള്ളില് നമ്മുടെ ടെസ്റ്റിസിന്റെ ഫോർമേഷന് സഹായിക്കുന്നത് SRY ജീനാണ്. ഇത്രയേട്ടാ. നോക്കിയേ, ഇതിൽ സൊമാറ്റിക്ക ഏതാന്ന് മനസ്സിലായോ? ഇതൊക്കെ എടുക്കുന്ന സൊമാറ്റിക്ക, മനസ്സിലായോ? ഈ സൊമാറ്റിക് എന്ന് പറഞ്ഞാൽ ഇതൊരു പെയറായിട്ട് ഏകദേശം ഒരുപോലുള്ളതല്ലേ. ഇതിനാണ് എന്ത് പറയുന്നത് നമ്മൾ പറഞ്ഞേ? ഹോമോലോഗസ് പെയേഴ്സ്. ഹോമോലോഗസ് പെയേഴ്സ് ഒരേപോലെ. ഇതൊക്കെ ഹോമോലോഗസാ. ഇതിൽ ഒരെണ്ണം ഫാദറിൽ നിന്നും ഒരെണ്ണം മദറിൽ നിന്നും കിട്ടുന്നത്. ഇത് ഫാദറിൽ നിന്നും ഇത് മദറിൽ നിന്നും ഏതെങ്കിലും ആവാം. ഓക്കെ, ഒരെണ്ണം ഫാദറിൽ നിന്നും ഒരെണ്ണം മദറിൽ നിന്നുമാണ് കിട്ടുന്നത് കേട്ടോ. പിന്നെ പറഞ്ഞു സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ XX ആണ്, പുരുഷന്മാരിലാണെങ്കിൽ XY ക്രോമസോമുകളാണ് ഉണ്ടാവുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൽ അടുത്ത് പറയുന്നത് ഫീമെയിൽ ആണെങ്കിൽ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ എന്തൊക്കെയായിരുന്നു? X, പിന്നെ ടോട്ടൽ എത്ര വരുന്നു? 44 അല്ലേ? 44 പ്ലസ് XX. ഇവിടെയാണെങ്കിലോ 44 പ്ലസ് XY. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോംസ് എത്ര പറഞ്ഞു? 46 ആണ്. രണ്ടിലും 46 ആണ് വരുന്നത്. നമ്പർ ഓഫ് സൊമാറ്റിക് ക്രോമസോംസ് എത്രയായിരുന്നു? 44 ആണ് വരുന്നത് രണ്ടിലും. സെക്സ് ക്രോമസോംസ് 2. ഓക്കെ, ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതായത് ചില ആളുകളിൽ ശരിക്കും വേണ്ടത് 44XX അല്ലെങ്കിൽ 44XY ആണ് വേണ്ടത് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷെ ചില ആളുകളിൽ എന്ത് സംഭവിക്കാം? ഇത് വ്യത്യാസപ്പെടാം. ഓക്കെ, ചിലപ്പോ എന്തെങ്കിലും ഫിസിക്കൽ മെന്റൽ ഡെവലപ്മെന്റിൽ ഉണ്ടാവുന്ന എന്തെങ്കിലുമൊക്കെ ചേഞ്ച് കൊണ്ടൊക്കെ അങ്ങനെ ഉണ്ടാവും. അപ്പൊ അത് പ്രകാരം എന്തുണ്ടാവും? 44XY അല്ലെങ്കിൽ XX വേണ്ടതായിരുന്നു, പക്ഷെ X മാത്രമേ ഉള്ളൂ. അതായത് ഇത് ഫീമെയിൽസ് ആണ്, അവർക്ക് 2X വേണ്ടേ, പക്ഷെ ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ഒരു X മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനെ പറയുന്ന ടേണർ സിൻഡ്രോം എന്ന് പറയുന്നത്. ടേണർ സിൻഡ്രോം. അപ്പൊ അവർക്ക് മെൻസ്ട്രേഷനും കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. ഇനി ഇവിടെ ഒരു X കൂടുതലാണ്, ഫീമെയിൽസ് ആണ്, ഒരു X കൂടുതൽ. ഓക്കെ, അപ്പൊ ഇതിനെ പറയുന്നതാണ് XXX സിൻഡ്രോം എന്ന് പറയുന്നത്. ഇനി ഇവിടെ 44XXY എന്ന് പറയുന്നത് മെയിൽസിലാണ്. അതിൽ ശരിക്കും എന്ത് മാത്രം മതി? ഒരു Xും ഒരു Y മാത്രം മതി, പക്ഷെ ഇവിടെ 2Xും ഒരു Y ഉണ്ടാവും. സോ ഇതിനെ പറയുന്നതാണ് ക്ലിൻഫെൽറ്റർ സിൻഡ്രോം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ വരുന്നത് XYY. ഇത് മെയിൽസ് ആണ്, അവർക്ക് എന്തുണ്ടാവും? ഒരു Y ക്രോമസോം കൂടുതൽ. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിൽ മെയിനായിട്ട് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസിന് നമുക്ക് DNA കൂടാതെ RNA സഹായം വേണം. അപ്പൊ RNA കുറിച്ചിട്ടാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പൊ RNA എന്ന് പറയുന്ന സമയത്ത് ഇതാണ് RNA സ്ട്രക്ചർ. നമ്മൾ DNA കണ്ടതിൽ നിന്നും ഇതിലേക്ക് ഒരു വ്യത്യാസം. DNAക്ക് എന്തുണ്ടായിരുന്നു? ഇവിടെ 2 ഇഴകൾ ഉണ്ടായിരുന്നു. ഇതാ ഇങ്ങനെ 2 ഇഴകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എത്ര ഇഴകൾ മാത്രമേ ഉള്ളൂ? ഒരു ഇഴ മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു സ്ട്രാൻഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. RNAക്ക് ആണെങ്കിൽ ഒരു സ്ട്രാൻഡ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഫോസ്ഫേറ്റ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോസ്ഫേറ്റ് ആണ്. ഇത് വന്നിട്ട് ഷുഗർ ആണ്. ഇത് അഡിനിൻ. പക്ഷെ ഇവിടെ തൈമിൻ അല്ല, തൈമിന് പകരം യൂസ് ചെയ്യുന്നത് യുറാസിലാണ് കേട്ടോ. അപ്പൊ രണ്ടും നമ്മൾ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇട മാത്രമേ ഉള്ളൂ RNAക്ക്, പിന്നെ തൈമിന് പകരം യുറാസിലാണ്. ഇതിനാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, യുറാസിലാണ്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതെവിടെ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്, ആ ഡിഫറൻസ് ഒന്ന് എഴുതി വെക്കാം. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് DNA-ലാണെങ്കിൽ 2 RNA-ലാണെങ്കിൽ 1 ടൈപ്പ് ഓഫ് ഷുഗർ മോളിക്യൂള് എന്തായിരുന്നു? ഡിയോക്സി റൈബോ ഷുഗർ ആണ്. ഇത് റൈബോ ഷുഗറാണ്. ഇത് ഡിയോക്സി റൈബോ ഷുഗറും ഇത് റൈബോ ഷുഗർ ആണ്. നൈട്രജൻ ബേസിൽ ഏതൊക്കെയാ? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇവിടെയാണെങ്കിലോ അഡിനിൻ, തൈമിൻ ഇല്ലതിന് പകരം യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇനി പ്രോട്ടീൻ സിന്തസിസ്. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ DNA ഉണ്ട്. അവിടെ മനസ്സിലാക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. DNA-ക്ക് സ്വന്തമായിട്ട് പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റില്ല. DNA cannot synthesize പ്രോട്ടീൻ ആസ് ഇറ്റ്സ് ഓൺ. അതിന് സ്വന്തമായിട്ട് പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? DNA-യിൽ നിന്നുള്ള മെസ്സേജസുമായിട്ട് RNA പുറത്തേക്ക് വരും. DNA എന്നുള്ള മെസ്സേജസുമായിട്ട് RNA പുറത്തേക്ക് വരും. അതുകൊണ്ട് RNA-യുടെ പേര് mRNA എന്നാണ്. മനസ്സിലായല്ലോ? mRNA വരും. ഓക്കെ, അപ്പൊ എന്ത് പറഞ്ഞു? ഫസ്റ്റ് DNA-ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? RNA-യുടെ സഹായം തേടി. DNA-യിൽ നിന്നുള്ള മെസ്സേജസുമായിട്ട് RNA വരുന്നത് കൊണ്ട് RNA-യുടെ പേരെന്ന് പറയുന്നത് mRNA എന്നുള്ളതാണ്. അത് ക്ലിയർ അല്ലേ? അങ്ങനെ mRNA പുറത്തു വന്നു. ഓക്കെ, mRNA പുറത്തു വന്നു. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിന്ന് mRNA പുറത്തു വന്നു. ഇനി റൈബോസോം ഉണ്ട്. ഇതാണ് നമ്മുടെ റൈബോസോം എന്ന് പറയുന്നത്. റൈബോസോമിൽ വെച്ചിട്ടാണ് പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ
പ്രോട്ടീൻ നിർമ്മാണം നടക്കണമെന്നുണ്ടെങ്കിൽ പ്രോട്ടീന് ഉണ്ടാക്കണമെങ്കിൽ പ്രോട്ടീന്റെ ബിൽഡിംഗ് ബ്ലോക്കുകളാണ് അമിനോ ആസിഡുകൾ എന്ന് പറയുന്നത്. അമിനോ ആസിഡുകൾ എവിടേക്ക് വരണം? നമ്മുടെ റൈബോസോമിലോട്ട് വരണം. അമിനോ ആസിഡുകളിനെ റൈബോസോമിലോട്ട് കൊണ്ടുവരുന്നത് ഈ കിടക്കുന്ന ടി ഷേപ്പിലുള്ള RNA ആണ്. tRNA എന്ന് പറയുന്നത്, ട്രാൻസ്ഫർ RNA എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അത് കൂടാതെ ഇപ്പൊ നമ്മൾ പറഞ്ഞു DNA മെസ്സേജസുമായിട്ട് mRNA വന്നു, അതുപോലെ തന്നെ അമിനോ ആസിഡുമായിട്ട് tRNA വന്നു, അതുപോലെ തന്നെ റൈബോസോമിന്റെ ഉള്ളിൽ എന്തുണ്ട്? റൈബോസോമൽ RNA കൂടിയുണ്ട്. റൈബോസോമൽ RNA. അപ്പൊ ഇവരൊക്കെ കൂടിയിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോ 2 മെത്തേഡുകൾ പറഞ്ഞിട്ടുള്ളേ. നോക്കിക്കോ. ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് mRNA is formed from a specific nucleotide sequence in DNA with the help of various enzymes. The mRNA contains messages for protein synthesis. അപ്പോൾ പറഞ്ഞു DNA എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വന്തമായിട്ട് പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ആരുടെ സഹായം തേടും? RNAയുടെ സഹായം തേടും. RNA മെസ്സേജസുമായിട്ട് വരുന്നത് കൊണ്ട് അതിന്റെ പേരാണ് mRNA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. എന്തായിരുന്നു? DNA എന്നുള്ള മെസ്സേജസുമായിട്ട് RNA പുറത്തേക്ക് വരുന്നതിന് പറയുന്നതാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞിട്ടാ നമ്മൾ പറഞ്ഞു tRNA ഉണ്ട്. tRNA എന്നിട്ടാ ട്രാൻസ്ഫർ RNA. അതാണ് എന്തിനെ കൊണ്ടുവരുന്നത്? നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ടുള്ള അമിനോ ആസിഡുകളിനെ കൊണ്ടുവരുന്നത്. അമിനോ ആസിഡുകളിനെ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ എവിടേക്ക് കൊണ്ടുവരുന്നത്? റൈബോസോമിൽ. ബിക്കോസ് റൈബോസോമിൽ വെച്ചിട്ടാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ റൈബോസോമിന്റെ ഉള്ളിൽ ആരുണ്ട്? rRNA ഉണ്ട്, റൈബോസോമൽ RNA ഉണ്ട്. അപ്പൊ ഇവരൊക്കെ കൂടിയിട്ടാണ് എന്ത് നടക്കുന്നത്? പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. മനസ്സിലായല്ലോ? ഇതിന്റെ സ്ട്രക്ചർ വന്നിട്ട് ഇത് ഏതാണെന്ന് ചോദിക്കാം. നമ്മുടെ മോഡലിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു. ഇങ്ങനെ ചോദിക്കാം. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത് ഇതേതാണ്? ഇങ്ങനെ ഈ കോമ്പ് ചീർപ്പിന്റെ ഷേപ്പിലുള്ളതാണ് mRNA എന്ന് പറയുന്നത്. ഈ T ഷേപ്പിലുള്ളതാണ് എന്ന് പറയുന്നത് tRNA എന്ന് പറയുന്നത്. ഇതാണ് rRNA എന്ന് പറയുന്നത്. അപ്പൊ ഇത് ചോദിക്കൂ കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മളെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ. ഇനി ഇതിന്റെ ഈ ചാപ്റ്ററിന്റെ നെക്സ്റ്റ് ടോപ്പിക് ആണ് വരുന്നത് സിമിലാരിറ്റി ഡിഫറൻസസ്. സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ഇൻ ക്യാരക്ടേഴ്സ്.